ഹായ് ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിന്ന് അബുദാബിയിലേക്ക് പോവുകയാണ്, ഒരു 1 ഡേ ട്രിപ്പായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ UAE വന്നിട്ട് അബുദാബിയിലേക്ക് പോണത്. അപ്പോൾ നമുക്ക് പോയ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് കാണാം. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ UAE വന്നിട്ട് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. UAE വരുന്നതിനെക്കാട്ടി മുമ്പും ഉണ്ട് അബുദാബി പോകണം, പ്രത്യേകിച്ച് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്കിലൊക്കെ പോകണം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടും പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയാസൊന്നുമില്ല എന്താവുന്നൊന്നും. അപ്പോൾ ഇന്ന് ഞങ്ങളൊപ്പം പിന്നെ ഫഹദും ഉണ്ട്, എൻ്റെയും അതുപോലെ തന്നെ ഫയാസ്കയുടെയും ഫ്രണ്ടാണ്. അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഗ്ലോബൽ വില്ലേജ്, അതുപോലെ ലാസ്റ്റ് എക്സിറ്റ് ദുബായ്, പിന്നെ അതുപോലെ തന്നെ ഫെറാറി വേൾഡ്. ഫെറാറി വേൾഡൊക്കെ അബുദാബിയുടെ ഭാഗത്തിൽ പെട്ടതാണ്, പക്ഷെ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായില്ല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം അബുദാബി സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 hours എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ദുബായ് ടു അബുദാബി നമ്മളെ ട്രാവലിങ്ങിനായിട്ട്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പോയത് WTC മാളിൻ്റെ ഉള്ളിലേക്കായിരുന്നു കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അബുദാബി ലാർജസ്റ്റ് ബിൽഡിംഗ് ഉള്ളത്, അതായത് ബുർജുൽ മുഹമ്മദ് ബിൻ റാഷിദ് ടവർ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ WTC മാളിൻ്റെ ഉള്ളിലേക്കാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടുത്തെ ഇൻറ്റീരിയൽസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം വുഡ് കൊണ്ടായിരുന്നു കേട്ടോ അവർ ഇൻറ്റീരിയൽസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ മേളിലത്തെ ഫ്ലോറിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരത്തെ കണ്ട ലാർജസ്റ്റ് ബിൽഡിങ് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാനായിട്ട് പറ്റിയിട്ടാണ്. നല്ല വ്യൂവിൽ, നമുക്ക് താഴെ നിന്ന് നോക്കണേക്കാളും നല്ല വ്യൂവിൽ കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഈ മാളും ആ ബിൽഡിങ്ങും ഒക്കെ അറ്റാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആ ബിൽഡിങ് കിടക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കിവിടെ സ്ലൈഡിങ് ഒക്കെ ഉണ്ട് ഈ മാളിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഒരാൾക്ക് 25 dirhams ആണ് കേട്ടോ ഒരു സ്ലൈഡിങ് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ നല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ എത്തും തോറും ധൈര്യമൊക്കെ ചേർന്ന് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിട്ടാ. പിന്നെ അവരും ഫയാസ്ക ഫ്രണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കയറിപ്പോയത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ അടിക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല പേടിയാവും സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ. പിന്നെ അവർ നമുക്ക് സ്ലൈഡിങ് ചെയ്യണ വീഡിയോ സെൻഡ് ചെയ്ത് തരും ഫോണിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മേത്ത് തന്നെ ഒരു ക്യാമറ ഫിക്സ് ചെയ്ത് തന്നിട്ട് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അവർ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു 10 minute കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് അവർ ആ വീഡിയോ സെൻഡ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടുതലും പേടിച്ചിരിക്കുന്നതാണ്, അപ്പം ഞാൻ ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലുലുവിൽ കയറി എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ 2 കേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്.
പിന്നെ നമ്മൾ പോയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അബുദാബിയിലെ ഏറ്റവും ലാർജസ്റ്റ് ബിൽഡിംഗ് എന്ന് അങ്ങോട്ട് കാണട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറാനായിട്ട് നമുക്കൊരു ആക്സസ് കാർഡ് വേണം. അപ്പം നമ്മളെ കൂടെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലിഫ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് ആണ് കേട്ടോ. ലിഫ്റ്റ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചൊക്കെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെവിയൊക്കെ അടയും. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയാൽ നമുക്ക് ഫീൽ ചെയ്യില്ലേ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെവിയൊക്കെ അടയില്ല. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ലിഫ്റ്റിൽ കയറണം കേട്ടോ. നമ്മൾ ടോപ്പിലെത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ലിഫ്റ്റിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യൂ ആണ് കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത്. അബുദാബിയിൽ വന്നു കഴിഞ്ഞാലാണെങ്കിലും ശരി എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സായിദ് മോസ്കിൽ പോകണം അതായിരുന്നു. പക്ഷേ ഇത് വന്ന് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അബുദാബി ട്രാവൽ വ്ളോഗ് 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ലൊക്കേഷൻ കവർ ചെയ്തപ്പോൾ തന്നെ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ലൊക്കേഷൻ അടുത്ത പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ടൈം കണ്ടിരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ അത്യാവശ്യം ടൈം നമ്മൾ ടോപ്പിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ശരിക്കും കാണാൻ പറ്റും എത്ര സ്പീഡിലാണ് ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.